മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുമസിന്റെ പിറ്റേ ദിവസം വലിയ ആനന്ദത്തോടും വലിയ ആഹ്ലാദത്തോടും കൂടെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുകയാണ്. ഈശോയുടെ പിറവി നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെയൊക്കെ ഭവനങ്ങളിലേക്ക് നമ്മൾ സ്വീകരിച്ചു. ഈ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഈ നിമിഷങ്ങളില് ഈശോനാഥൻ നമ്മുടെ ചിന്താവിഷയമായിട്ട് നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 16 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ വചനത്തില് നമ്മൾ വായിക്കുന്നത്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ ഇടയില് ചെമ്മരിയാടുകൾ ചെന്ന് പെട്ടുകഴിഞ്ഞാല് അവസ്ഥ എന്താ? ചെന്നായ്ക്കള് അവയെ കടിച്ചു കീറി കൊന്നുകളയും. സഹനങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും എന്നുള്ളതാണ്. ഇന്ന് തിരുസഭ പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസിന്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും നിറവ് മാത്രമല്ല, സഹനത്തിന്റെയും വേദനയുടെയും വഴിയിലൂടെ നമ്മൾ ഓരോരുത്തരും നടക്കേണ്ടതാണ് ക്രൈസ്തവ ജീവിതമെന്ന് ഈശോ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. ഈശോയുടെ പിന്നാലെ പോകുന്നവന്റെ ജീവിതത്തില് ആനന്ദം മാത്രമല്ല, ആഹ്ലാദം മാത്രമല്ല, നിറവ് മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാകും, അവന്റെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും, അവന്റെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകും, മറ്റുള്ളവർ കടിച്ചു കീറപ്പെടുന്ന അവസ്ഥ ജീവിതത്തിലുണ്ടാകും. ഈ രണ്ട് അവസ്ഥയെയും ഒരുപോലെ സ്വീകരിക്കുന്നവരാകണം ക്രൈസ്തവരെന്നാണ് ഈശോനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആനന്ദത്തിന്റെ നിറവിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്ന നിമിഷത്തിൽ തന്നെ ഈശോ പഠിപ്പിക്കുക, സഹനങ്ങളുണ്ടാകും, വേദനകളുണ്ടാകുമെന്ന്. നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിച്ച് നോക്കാം. ആനന്ദത്തെയും ആഹ്ലാദത്തെയും നിറവിനെയും സ്വീകരിക്കാനായിട്ട് സന്തോഷമുള്ളവരാണ് നമ്മള്. എന്നാൽ സഹനങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാ? സഹനങ്ങളെ പുൽകാൻ നമുക്ക് മടിയാ. സഹനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് നമുക്കിഷ്ടം. ഈശോയുടെ ശിഷ്യത്വം മറ്റൊന്നിലേക്കുമല്ല നമ്മളെ ക്ഷണിക്കുന്നത്. സന്തോഷം സ്വീകരിക്കുക, ഒപ്പം സഹനവും സ്വീകരിക്കുക. രണ്ടും ഒരേ മനോഭാവത്തോടുകൂടി സ്വീകരിക്കാൻ സാധിക്കണം. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, സന്തോഷവും സങ്കടങ്ങളും ഒരുപോലെ സ്വീകരിക്കാനുള്ള ഒരു നല്ല മനസ്സെനിക്ക് നൽകണമേ. നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ വേദനകളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ ജീവിതത്തിന്റെ കുറവുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെല്ലാവരെയും അങ്ങ് സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിൽ നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ ഇപ്പോൾ വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.